ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് ചിക്കൻ പെരട്ടാണ്. ചിക്കൻ പെരട്ടിന് ആദ്യം നമ്മൾ പെരിഞ്ജീരകം, അതായത് എണ്ണ ചൂടായതിനു ശേഷം പെരിഞ്ജീരകം ഇട്ടു. അതിനുശേഷം സ്ലൈസായിട്ട് അരിഞ്ഞ സവാള 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്ന് ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. അടുത്ത നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ ഗരം മസാല എല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊരു 1 സ്പൂൺ ഇടാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തീയിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകത്തിനുള്ളത് നോക്കിയിട്ടിടാം. നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. നമ്മൾ നോക്കിയപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് ഇനി അടുത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില, കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായി പൊടിച്ച കുരുമുളക് പൊടിയാണ്. അത് കറിവേപ്പിലാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കീറി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊന്നും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് അധികം മസാലകളൊന്നും നമ്മൾ ചേർക്കാറില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മസാലയാണ് നമ്മൾ ആകെ ചേർത്തിരിക്കുന്നത്. ഗരം മസാല പൊടിച്ചതാണ്. പ്രത്യേകിച്ച് ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് 1 സ്പൂൺ. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇരിക്കണം. നമ്മൾ ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ മസാലയിൽ നിന്നെല്ലാം ഇറങ്ങിയതാണ്, ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണത്. ചിക്കൻ പെരട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ മസാലയിലൊക്കെ കിടന്ന് ചിക്കൻ നന്നായിട്ട് ചിക്കനിലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ 15 മിനിറ്റാണ് പറഞ്ഞത്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് വെച്ചിരിക്കാം. ചെറു തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ കൊടുക്കരുത്. ചെറു തീയിൽ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉണ്ടല്ലേ? ചിക്കൻ പെരട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ മസാലക്കകത്ത് ചിക്കനൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല എന്താ പറയുക, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി നമ്മളിതൊരു ബൗളിലേക്ക് നമ്മളിത് മാറ്റുവാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ. ഇത് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ നമുക്ക് നെയ്ച്ചോറായിക്കോട്ടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി.